ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് സോയാബീൻ ഫ്രൈ ചെയ്ത് ചോറിൻ്റെ കൂടെ കഴിക്കാനാട്ടോ വിചാരിച്ചത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സോയാബീൻ ഇരിപ്പുണ്ടായിരുന്നു. സോയാബീൻ എടുത്ത് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലാണ് സോയാബീൻ ഇട്ട് കുതിർത്തിയെടുക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളം ഗ്യാസിലേക്ക് വെച്ചു, പച്ചവെള്ളം ഗ്യാസിലേക്ക് വെച്ചു, എന്നിട്ട് ചൂടാക്കി എടുക്കാൻ പോവാണ്. ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഗ്യാസ് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സോയാബീൻ ഇല്ലായിരുന്നു. ഞാനിപ്പോൾ കടയിൽ ആളുണ്ടായിരുന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് പോയി വാങ്ങിക്കൊണ്ട് വന്നു സോയാബീൻ. അതിൻ്റെ പകുതി നമ്മൾ പുതിയ വാങ്ങിച്ച സോയാബീൻ്റെ പകുതി ഇട്ട് കൊടുത്തു. കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കുമ്പോഴത്തേക്ക് നല്ലോണം കുതിർന്ന് വരുന്നുണ്ട് കേട്ടോ. കുതിർന്നൊക്കെ വരുമ്പോഴത്തേക്ക് കണ്ടില്ല, നമ്മൾ കയ്യിലിങ്ങനെ എടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നല്ല അമങ്ങും. അപ്പം കുറച്ച് അതവിടെ ഇരിക്കട്ടെ. കുറച്ച് റംബുട്ടാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ റംബുട്ടാൻ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി എടുത്തതാണ്. പക്ഷെ ഭയങ്കര പാടാട്ടോ, എനിക്ക് തൊലി ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ തൊലിയൊക്കെ പൊട്ടിച്ചെടുത്ത് ഞാൻ കഴിച്ചു. സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനൊരു 7:15 കേട്ടോ അത് വെച്ചിരുന്നത്. അപ്പോൾ 7:30 ഞാൻ പിന്നെ അത് തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം ഇങ്ങനെ സ്പോഞ്ചി പോലെ ആയിരുന്നു. ഞാൻ പിന്നെ അത് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇത് വെന്ത് കിട്ടത്തില്ല കേട്ടോ. ഒത്തിരി നേരം വേണം ഇത് വേവാൻ വേണ്ടി. ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. മുറിച്ചെടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. കാരണം നമ്മൾ കഴുകിയില്ലല്ലോ, നമ്മൾ ഡയറക്റ്റായിട്ട് എടുത്തിട്ട് എടുക്കല്ലായിരുന്നോ. അപ്പം ഇനിയും കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ കഴുകിയെടുക്കാൻ പോവാണ്. അപ്പം അതിന് തന്നെ കുറച്ച് വെള്ളം പാത്രത്തിലെടുത്തിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ ഇത് മൊത്തം ഇട്ടിട്ട് കഴുകി നല്ലോണം വൃത്തിയാക്കിയിട്ട് അത് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ എണ്ണയ്ക്കകത്തൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ അത് കഴുകിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില, ഇത് 3 ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ടതിന് ശേഷം മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ പെരിഞ്ജീരകം ഇടാൻ മറന്നു കേട്ടോ. പെരിഞ്ജീരകം ഇട്ട് പിന്നെ നമ്മുടെ റൈസ് ഫ്ലോർ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റിന് വെക്കാം. അതിനുശേഷം അപ്പോഴത്തേക്ക് ഉമ്മ ഇവിടെ ചമ്മന്തിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ചട്ടി വെച്ചു, അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു. അപ്പോൾ അത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിനകത്ത് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഇട്ട് നല്ലോണം രണ്ടോടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കറിവേപ്പില ഇടാമെന്ന്. കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലോണം വരുമ്പോഴത്തേക്ക് നമ്മുടെ സോയാബീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോയാബീനൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ അടച്ചു കൊടുത്ത് പിന്നെ തുറക്കുക. സോയാബീനൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് പ്ലേറ്റിൽ ഇതേപോലെ ചോറെടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കറികളും എടുത്തിട്ട് ചമ്മന്തിയും ചോറും മീൻകറിയും അച്ചാറും ഒക്കെ വെച്ചിട്ട് സോയാബീൻ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് കഴിച്ച് വെക്കണമെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതാണെന്ന് എനിക്കറിയില്ല. നല്ല രുചിയുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ